നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാകുന്ന, മലയാളികൾക്കേറെ ഇഷ്ടമുള്ള പഴുത്ത മാങ്ങാക്കറിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. അപ്പം ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ട് വളരെ രുചികരമായ ഒരു മാങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പഴുത്ത മാങ്ങാക്കറി തയ്യാറാക്കുവാനായി ആദ്യം തന്നെ ഞാൻ 7ഓളം ചന്ദ്രക്കാരൻ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവ് കിട്ടാൻ വേണ്ടി പച്ചമുളക് നടുവിൽ നിന്ന് കീറിയത് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ അളവിന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ആവശ്യത്തിന് അനുപാതം നോക്കി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു ജാർ എടുത്ത് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലൊരു അരപ്പാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പം അവരവരുടെ എരിവ് നോക്കി വേണം ഇടാൻ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ അരപ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്. ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചെറിയ ഉള്ളി, കൊച്ചുള്ളിയും ഒരു 3-4 ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി അരഞ്ഞ് കിട്ടുന്നതിനായി, നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നതിനായി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്ത അരപ്പെല്ലാം നന്നായി പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കുക്കറിൽ വെച്ചിരുന്ന പഴുത്ത മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ്, മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നന്നായിട്ട് കടുക് പൊട്ടിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കറിവേപ്പിലയും കടുകെല്ലാം കൂടി പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പഴുത്ത മാങ്ങാക്കറി തയ്യാറാണ്. ഇനി നമുക്കത് ആവശ്യത്തിന് ഉപയോഗിക്കാം. ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഈ പഴുത്ത മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ഇടാൻ പോകുന്ന നല്ല നല്ല വിഭവങ്ങളുടെ സ്വാദിഷ്ടമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. വളരെ ഉപകാരപ്രദമാകുന്ന നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.